യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പൂജ, ഒറ്റയ്ക്ക് ഞാൻ വീടില്ല ചേട്ടാ. ചേട്ടാ, ഞാനും കൂടെ വരാം. എന്നെ മോളെയും കൂടെ കൊണ്ടുപോയി ചേട്ടാ. ഏത് കഷ്ടപ്പാട് സഹിക്കാം. ആ ചേട്ടൻ ഇങ്ങനൊരു അവസ്ഥയിൽ എവിടെയോ കഴിയുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഞാനും വരാ ചേട്ടാ. പൂജ, പൂജ, താൻ ഇവിടെ വേണം. താൻ വേണം ഇവരെല്ലാം സമാധാനിപ്പിക്കാൻ. കേട്ടല്ലോ, മനസ്സിലായ? പൂജ, അർജുനെ വിടണം. വൈകുന്ന ഓരോ നിമിഷവും എല്ലാവർക്കും ആപത്താണ്. എനിക്കും കുഴപ്പമാവും. നിയമത്തിന്റെ മുന്നിൽ ഒരു പ്രതിയെ രക്ഷപ്പെടാൻ സഹായിക്കാം ഞാൻ. സസ്പെൻഷനോ ഡിസ്മിസലോ വരെ ആവാം. ഞാനും വരട്ടെ. അമ്മേ, അമ്മേ, അമ്മ നോക്ക്, ഞാൻ ഉടനെ വരും. അമ്മ വിഷമിക്കില്ലേ? അർജുൻ, പറയുന്നേക്ക് പ്ലീസ്. അമ്മേ, വിഷമിക്കണ്ട കേട്ടോ. അച്ഛമ്മേ, മോനെ, ആന്റി, അച്ഛാ, ചേട്ടാ, താനെന്തിനാ വണ്ടി നിർത്താൻ പറഞ്ഞേ? ഒളിച്ചോട്ടം എനിക്ക് താല്പര്യമില്ല. ഇത് റിസ്ക് കേട്ടോ. ആ സിയുടെ കണ്ണ് കഴുകും കണ്ണാ. ഒരു സൂചന കിട്ടിയാൽ മതി, പറന്നു വന്ന് കണ്ടുപിടിക്കും. പിടിക്കുന്നെങ്കിൽ അങ്ങ് പിടിക്കട്ടെ. നീ എന്തൊക്കെയാ പറയുന്നേ? എന്നെ കൂടി കുഴപ്പത്തിലാക്കൂ. അറിയാലോ, ഞാൻ ആ കമ്മീഷണറുടെ നോട്ടപ്പുള്ളിയാ. എങ്ങനെ കടിച്ചു കയറാന്ന് നോക്കിയിരിക്കുക ആ ചെന്നായ. ഇതിപ്പോ അയാളുടെ വായിക്കാത്തോട് ചെന്ന് കയറുന്ന പോലെ ആയി പോകും. എടോ, ഞാനൊന്ന് പറയട്ടെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് കാര്യങ്ങൾ? എടോ, എന്നെ അറസ്റ്റ് ചെയ്താലോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ ഉള്ള കാര്യങ്ങളാ. എന്താ, വിൽപത്രം എഴുതി വെക്കാണോ അതോ അന്ത്യാഭിലാഷം അറിയിക്കാണോ? രണ്ടുമല്ല, പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുക. എന്താ അത്? എടോ, എനിക്കെതിരെ ശത്രുനിര പ്രബലമാണ്. കമ്മീഷണർ പ്രിയ തുടങ്ങിയവരെയൊക്കെ നമുക്ക് നേരിട്ട് തന്നെ അറിയാവുന്നതല്ലേ. പക്ഷേ അറിഞ്ഞുകൂടാത്ത ആരൊക്കെയോ എവിടേക്കോ ഉള്ളതുപോലെ. എനിക്ക് തോന്നുന്നത് അവർക്ക് ആവശ്യം എൻ്റെ ജീവനാണ്. നീ എന്തൊക്കെയാ പറയുന്നേ? എടോ, ഞാൻ പറയുന്നത് സത്യങ്ങളാ. അജ്ഞാതരായ ഒരു ശത്രുനിര എനിക്കെതിരെ നീങ്ങുന്നു. ഇനിയും ഞാൻ ഒളിച്ചോടിക്കൊണ്ടേയിരിക്കും. എവിടെ പോയി ഒളിച്ചാലും അവരെന്നെ അന്വേഷിച്ച് പിന്നാലെ വരും. ഓ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇതങ്ങ് അവസാനിപ്പിക്കാം. തിരിച്ചു പോവാം. ആത്മവിശ്വാസം ഇല്ലെങ്കിൽ എവിടെ പോയിട്ടും കാര്യമില്ല. കിരൺ,
എടോ, ഞാൻ എന്റെ മനസ്സിലെ വിഷമങ്ങളും തോന്നലുകളും വെച്ച് ഓരോന്നും വീട്ടിൽ ചെന്നിരിക്കാൻ വേണ്ടിയല്ല. എന്റെ സേഫ്റ്റി പോലും നോക്കാതെയാ ഞാൻ നിനക്ക് വേണ്ടി നിൽക്കുന്നേ. എന്നിട്ടിപ്പോ ഒരുമാതിരി ആളെ വടിയാക്കുന്ന വർത്തമാനങ്ങള്. എടോ, താനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്റെ മനസ്സിലെ വിഷമങ്ങൾ തനിക്ക് അറിയാവുന്നതല്ലേ? തന്നോടല്ലാതെ വേറെ ആരോടാ ഞാനതൊക്കെ പങ്കുവയ്ക്കേണ്ടത്? നീ അല്ലാതെ വേറെ ആരാടാ എനിക്ക് കൂട്ടുകാരനായിട്ടുള്ളത്? എടാ പോട്ടെ, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കേട്ടപ്പോ എന്നെ എന്തോ ഒരു വിശ്വാസമില്ലാത്ത പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. പോട്ടടാ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് നീയല്ലേ. എടോ, എനിക്കെന്തെങ്കിലും സംഭവിച്ചാ പൂജയ്ക്കും കുഞ്ഞിനും നേരെ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നീ നോക്കണം. അവരുടെ കാര്യത്തിലാണ് എനിക്കൊരു പേടി. എന്ന് വെച്ചാ എന്നെ അപായപ്പെടുത്തുന്നവരെ നീ ഏത് വിധേനയും ഇല്ലാതാക്കണം. എന്നാലേ പൂജയ്ക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റൂ. നീ ഇങ്ങനെ കാട് കയറി ചിന്തിക്കാതെ അർജുൻ. നീ എനിക്ക് വാക്കുതാ, അവർക്കൊരു പോറൽ പോലും ഉണ്ടാവില്ലെന്ന് എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്യും. ഞാനിത് വാക്ക് തരുന്നു. നിനക്കൊന്നും പറ്റാതെ ഞാൻ സംരക്ഷിക്കും. എടോ, എന്റെ കാര്യമല്ല പറഞ്ഞത്, പൂജയുടെ മോളുടെ കാര്യം ഞാൻ പറഞ്ഞത്. നിനക്കൊന്നും സംഭവിക്കില്ലെന്ന് ഞാൻ ശപഥം ചെയ്തില്ലടാ. നീ സേഫായ അവരും സേഫ് അല്ലേ? ഇതൊരു വലിയ കേസാണ്. നീ ചിലപ്പോൾ അറസ്റ്റിലാകും. പോലീസ് നിന്നെ ബുദ്ധിമുട്ടിക്കാം. പക്ഷേ നീ ശിക്ഷിക്കപ്പെടില്ല. അതിന് ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. അതെന്റെ വാക്കാണ്. താങ്ക് യുടാ, താങ്ക് യു. ഇനി ഒരു കാര്യം ചെയ്യ്, ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യ്. ദാ, ഇതില് 2 പുതിയ സിമ്മുണ്ട്. അതുപയോഗിച്ച് വേണം കോൾ ചെയ്യാൻ. ആ ശരി. പിന്നെ നമ്മളിപ്പോ പോകുന്ന വീട് സേഫ് ആണല്ലോ. ആ വീട്ടിൽ വളരെ സ്നേഹമുള്ള ഒരു ചേട്ടനും ചേച്ചിയുണ്ട്. ഞാനും പൂജയും മുമ്പൊരു ദിവസം അവിടെ താമസിച്ചിട്ടുണ്ട്. ആ ആന്റിയെ ചേച്ചിയെന്നാ നിങ്ങൾ വിളിച്ചിരുന്നേ. കേറ്. ഇതാണ് ഞാൻ പറഞ്ഞ എസ് പി കിരൺ. ഓ നമസ്കാരം. പിന്നെ അങ്കിളിനെ അന്നെക്കുറിച്ച് ഞാൻ കിരണിനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്കിൾ ഒരു നിർണായക സമയത്ത് അങ്കിള് സഹായിക്കുമെന്ന്. ഈ ഒളിവിലിരിക്കാന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിയുമെന്ന് ഞാൻ കരുതി. ആപത്തിപ്പെടുമ്പോഴല്ലേ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നത്. പക്ഷെ മോനെ, ഇനിയിപ്പോ മോന്റെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്തു പറ്റി ചേട്ടാ? എന്റെ ഭാര്യ ആശുപത്രിയില്ല. എനിക്ക് അങ്ങോട്ട് പോകണം. നിങ്ങളെ കണ്ടിട്ട് പോവാൻ നിൽക്കുമായിരുന്നു ഞാൻ. അയ്യോ, അത് ബുദ്ധിമുട്ടാവുമല്ലോ. ഏട്ടനെ ഏട്ടത്തില്ലാതെ അർജുനോട് ഒറ്റയ്ക്ക് കഴിയാന്ന് വെച്ചാ പരിചയമില്ലാത്ത ആരെങ്കിലും കണ്ട കുഴപ്പമാവും. അർജുൻ മോനൊരു കുഴപ്പവും സംഭവിക്കാതെ നോക്കാൻ ഇന്ന് വീട്ടിലൊരാൾ വരുന്നുണ്ട്. എന്നെക്കാളും മോനോട് അടുപ്പമുള്ള ഒരാള്. മോന്റെ കൂട്ടുകാരൻ തന്നെയാ. എന്റെ പരിചയക്കാരന്റെ മോനാ. ഈ സമയത്ത് ഇവിടെ എത്തിക്കോളാമെന്ന് പറഞ്ഞിരുന്നു. ഹാ, എത്തിയല്ലോ.
സൂര്യ, അർജുൻ, ഹായ്. നീ ഉണ്ടോ? സത്യത്തിൽ അർജുനെ കാണാൻ ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. എല്ലാം നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. SP കിരൺ എന്റെ ഫ്രണ്ടാ, നിനക്കറിയില്ലേ? ആ, ഞാൻ സാറിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ, ചേട്ടാ ചേട്ടൻ പൊയ്ക്കോ. അർജുനെ ഞങ്ങളെ ഏറ്റെടുത്തില്ലേ? ഓ, സാറും പൊയ്ക്കോ. അർജുനെ എവിടെ താമസിപ്പിക്കാൻ കൊണ്ടുപോകുന്നേ? അർജുനും പൂജയും മുമ്പ് താമസിച്ചിരുന്ന ആ ചേട്ടന്റെ ഇതേ വീട്ടിൽ തന്നെ. ഇവിടെ എന്റെ സഹോദരി ഉണ്ട്. ഇനി കുറെ ദിവസം ആവും അന്നമ്മ ആശുപത്രിയിൽ നിന്ന് വരാൻ. അതുവരെ എന്റെ സഹോദരി ഇവിടെ ഉണ്ടാവും. ഈ വീട് എന്റെയും കൂടി വീട് പോലെയാ. എന്റെയും ഭാവനയുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് അർജുനോടും പൂജയോടും. ഇവരില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും ഒന്നിക്കില്ലായിരുന്നു.